പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ ദൈവം നമ്മോട് പറയുന്നു, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. മാതാപിതാക്കളെ സ്നേഹിച്ചും ബഹുമാനിച്ചും സേവിച്ചും ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭോജനങ്ങളും പരിശുദ്ധരുമെന്ന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. നാം കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഭാര്യമാരും ഭർത്താക്കന്മാരും സ്നേഹിച്ചും സഹിഷ്ണുതയോടെ ജീവിച്ച് മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ മക്കൾക്ക് നല്ല ഭാവിയുണ്ടാകും. അവർ ദൈവമക്കളായി വളർന്നു വരും. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്, ബാലനായ യേശു ജെറുസലേം ദേവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം തിരുനാളിന് പോകുന്നു. മാതാപിതാക്കൾ അവിടെ നിന്നും മടങ്ങുന്നു. എന്നാൽ യേശു ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ യേശുവിനെ ബന്ധുക്കളോടൊപ്പം കാണുക എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ കാണായികയാൽ അവർ ജെറുസലേം ദേവാലയത്തിലോട്ട് വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇന്നത്തെ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ കുടുംബങ്ങൾക്ക് തിരുക്കുടുംബം നല്ല ഒരു മാതൃകയാണ്. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും സഹിഷ്ണുതയും കുറഞ്ഞു വരുന്ന ഈ കാലയളവിൽ ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലും തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും മാതൃക കുടുംബങ്ങളായി ജീവിക്കാനുമുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.